സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ നീലിമയെ പടയ്ക്കാൻ, ആകാശ നീലിമയിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളെ പടയ്ക്കാൻ, അമ്പരചുംബികളായ പർവ്വതങ്ങളെ പടയ്ക്കാൻ, കളകളാരവ മുഴക്കുന്ന അരുവികളെ പടയ്ക്കാൻ, അർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെ പടയ്ക്കാൻ, കാട്ടാനകളെ പടയ്ക്കാൻ, കാട്ടാറുകളെ പടയ്ക്കാൻ, കാട്ടരുവികളെ പടയ്ക്കാൻ, പ്രപഞ്ചത്തിലെ മുഴുവൻ ചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരൻ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സ, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഓർക്കേണ്ട സദസ്സ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അന്നകല മദീനയിൽ നിന്നുകൊണ്ട് നമ്മുടെ സദസ്സിനെ കാണുകയാണ്. അവിടുന്ന് പുഞ്ചിരി തൂകണം, അവിടുന്ന് ഈ സദസ്സിനെ ആശീർവദിക്കണം, അവിടുന്ന് ഈ സദസ്സിനെ കാണണം, മലക്കുകളോട് ചോദിക്കണം, ആ സദസ്സിനെ കുറിച്ച് ചോദിക്കണം. ഓരോ വ്യക്തികളുടെയും പേര് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇത് കേവലം ആസ്വാദനത്തിന്റെ സദസ്സല്ല. സദസ്സ് പിരിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഒരഭിപ്രായം പറയാനുള്ള സദസ്സല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബുമായിട്ടൊരു പ്രണയബന്ധം, ബന്ധുരമായ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രബന്ധത്തെ തീർക്കാനുള്ള സദസ്സ. വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹ സാഫല്യങ്ങളുടെ സുവർണ തീരങ്ങളിൽ സ്നേഹ സായുജ്യത്തിന്റെ സായാഹ്നം തീർത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കണക്കനുസരിച്ച പടച്ച തമ്പുരാൻ ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അവന്റെ ഈമാനിന്റെ മഹിമ അടയാളപ്പെടുത്തുന്നതോ അഷ്റഫുകളുടെ ബന്ധം കൊണ്ട്, ഹബീബിനോടുള്ള ബന്ധം കൊണ്ട്. ഈ അടിമയ്ക്ക് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനോട് എത്ര കണ്ട് മാനസികമായ അടുപ്പമുണ്ട്, എത്ര കണ്ട് അനുരാഗം ഈ അടിമയുടെ അന്തരാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവന് വിജയം കൊടുക്കുന്നതെന്ന് ഉടമസ്ഥൻ തീരുമാനിച്ചു പോയി മറക്കണ്ട സഹോദര. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു നാം കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ. നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന്റെ ഭൂപടത്തിൽ ഇത്രത്തോളം മടയാദായകൻ ഒരു ഖലീഫയെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ 947 പ്രഭാതത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന ഗാന്ധിജിയുണ്ടല്ലോ. ഈ രാഷ്ട്രം സ്വതന്ത്ര ഭാരതമായപ്പോ, ഈ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ചപ്പോ നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മജി പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട സഹോദര? ഇന്ത്യ മഹാരാജ്യമെന്ന നാനാത്വത്തിൽ ഏകത്തെ ഉൾക്കൊള്ളുന്ന രാജ്യമുണ്ടല്ലോ. വിവിധ മതങ്ങളുടെയും വിവിധ വർഗക്കാരുടെയും വിവിധ വർണ്ണക്കാരുടെയും മതങ്ങളുടെയും വിഷങ്ങളുടെയും മീമാംസകളുടെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെയും സംഗമഭൂമിയായ ലോകത്തിന്റെ നെറുകയിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. ആ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ പറയപ്പെട്ട വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകളുടെ സമാഹരണമുള്ള സംഗമഭൂമിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം ഞാൻ ആരുടെ ഭരണമാണ് ആഗ്രഹിക്കുന്നതെന്നറിയുമോ? ഞാൻ ആരെ മോഡലാക്കാനാ ഞാൻ പറയുന്നതറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ചര്യ പിൻപറ്റിയ, ഹബീബിന്റെ നീതി കണ്ടുപഠിച്ച, ലോകത്തിൽ നീതി എന്ന രണ്ടക്ഷരം അടയാളപ്പെടുത്തിയ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രപഞ്ചത്തിൽ നീതിയെ കോറിയിട്ടുപോയ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ വരികയാ. ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ റസൂലായ നബിയേ, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ.
വന്നു പറയുകയാ ആരുടെ മുമ്പിലാ? പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ പൂനിലാവ് പൊഴിക്കുന്ന അമ്പിളി തിങ്കളെ പരാജയപ്പെടുത്തിയ അമ്പിളിയെ ആമിനാന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എനിക്ക് അങ്ങയോട് ഇഷ്ടമാ നബിയേ, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഉഹിബ്ബുക യാ ഹബീബല്ലാഹ്, എനിക്ക് അങ്ങയോട് ഇഷ്ടമാ നബിയേ. തന്നെ മുസ്തഫ നബി തങ്ങളുടെ ചോദ്യം എന്താണെന്നറിയുവോ? ഉമറേ, നീ ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെയാ, അതിൽ എനിക്ക് സംശയമില്ല ഉമറേ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ആരെക്കാളെല്ലാം എനിക്ക് എന്നോട് നിനക്ക് ഇഷ്ടമുണ്ട് ഉമറേ. നിന്റെ ഇഷ്ടത്തിന്റെ രൂപം എങ്ങനെയാ ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ കോലം എങ്ങനെയാ ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ ഖുസൂസിയത്ത് എന്താണ് ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ രീതി എന്താണ് ഉമറേ? നീ ആരെക്കാളെല്ലാം നീ എന്നെ ഇഷ്ടപ്പെടുന്നു ഒന്ന് പറയൂ ഉമറേ എന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, എനിക്കെല്ലാവരെക്കാളും ഇഷ്ടമാണ് നബിയേ. എനിക്ക് ജന്മം തന്ന 9 മാസവും 10 ദിവസവും മാതാവുണ്ടല്ലോ, ഗർഭഗൃഹത്തിൽ ജീവിക്കാൻ അനുവദിച്ച എന്റെ എല്ലാമായ എന്റെ ഉമ്മയുണ്ടല്ലോ നബിയേ, ആ ഉമ്മയെക്കാൾ എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. എന്നെ പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ യാ റസൂലല്ലാഹ്, ആ പിതാവിനെക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. എന്റെ രാവുകളെ പകലാക്കി തരുന്ന എന്റെ സഹധർമ്മിണിയുണ്ടല്ലോ, എന്റെ പ്രാണപ്രേയസിയുണ്ടല്ലോ, എന്റെ മനസ്സിന്റെ രാജാത്തിയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യയെക്കാളും അങ്ങയോട് ഞാനിതിന്റെ ഇഷ്ടം പറയുന്നു യാ റസൂലല്ലാഹ്. എന്റെ ഹൃദയത്തിന്റെ കഷണങ്ങളായ എന്റെ മക്കളുണ്ടല്ലോ, എന്റെ ഹൃദയത്തിന്റെ കഷണങ്ങളായ മക്കളുണ്ട്, ആ മക്കളെക്കാളും എനിക്കിഷ്ടമാണ് നബിയേ. എന്റെ ബന്ധുമിത്രാദികളെക്കാൾ, എന്റെ കൂട്ടുകുടുംബക്കാരെക്കാൾ, എന്റെ വീട്ടുകാരെക്കാൾ, എന്റെ നാട്ടുകാരെക്കാൾ എനിക്ക് ആരോടൊക്കെ പ്രിയമുള്ളവരുണ്ടോ അവർ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകന്റെ മുമ്പിലങ്ങ് പറഞ്ഞ പ്രളയത്തിന്റെ പൂങ്കുവിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെന്ന് പൂർത്തിയാക്കിയപ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുക, ഉമറേ, നീ പറഞ്ഞത് ഓക്കെയാ, പക്ഷേ നിന്റെ വിശ്വാസം, നിന്റെ ഈമാൻ, നിന്റെ മഹബത്ത് അത് പൂർണ്ണമായിട്ടില്ല ഉമറേ. സുബ്ഹാനല്ലാഹ്. എന്താണ് മഹബത്ത് എന്ന് പഠിപ്പിച്ചവർ സ്വഹാബികളാൽ. ആ മഹബത്ത് പരിചയപ്പെടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ സാധ്യമല്ല. ആ മഹബത്ത് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ആ മഹബത്തിനെ പരിചയപ്പെടാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്റായിലിനെ നല്ല രൂപത്തിൽ കാണാൻ പറ്റൂല. ലോകം മുഴുവനും മഹബത്തിന്റെ ലോകമാണ്. അഷ്റഫുൽ ഖൽഖില്ലാത്ത പ്രമേയം എവിടെയാ? അള്ളാന്റെ ഹബീബായ പ്രവാചകനെ പരിചയപ്പെടുത്താത്ത ആരാധന എവിടെയാ? ഏത് വിഷയത്തില്? ഒരാള് സത്യവിശ്വാസത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്നാൽ, ഒരാള് മുസ്ലിമായാൽ എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദര? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറ്റുമോ? അത് മാത്രം പറഞ്ഞാൽ പറ്റൂല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് വേണം ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചവന് വേണ്ടി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ഉണ്ടല്ലോ,
ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഖിറത്തിൽ ഒന്നാമതായി ചോദിക്കുന്ന ആരാധനയതാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, അവ്വലുമായി ഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒന്നാമതായി ഏതാണെന്നറിയോ? സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രമല്ല തൊട്ടുപുറകിൽ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അല്ലാതെ നിസ്കാരമുണ്ടോ? മയ്യത്ത് നിസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേലിയേറ്റം സൃഷ്ടിക്കുന്ന സങ്കടങ്ങൾ നിറഞ്ഞൊഴുകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ വെച്ചുകൊണ്ട് പിന്നിൽ സുഫായിട്ട് നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരം, ആ മയ്യത്ത് നിസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സംഗമിച്ച സംഗമമാണ് മയ്യത്ത് നിസ്കാരം. പക്ഷേ അല്ലാഹു വെച്ച ഓർഡർ എന്താ? എന്റെ പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ മയ്യത്തിന് വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ. തക്ബീറിന് ശേഷം ആ മയ്യത്തിന്റെ പ്രാർത്ഥന. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുമ്പോ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആരംഭപ്പൂവേ മുഹമ്മദ് മുസ്തഫ കുറച്ചും കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ മുൻനിർത്തിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മറന്നു പോകണ്ട. പ്രിയപ്പെട്ട സഹോദര, മരിച്ചെന്ന് ഖബറിൽ ചെന്നാൽ അവിടെയും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. മറക്കണ്ട. കാണിക്കുന്നുണ്ട്, ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ? ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ? ആരംഭപ്പൂവിനെ കുറിച്ച് പറയുമ്പോ ആരംഭപ്പൂവിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന സദസ്സിൽ മദീന മനസ്സിന്റെ മണിമണിയറ എന്ന് പറയുമ്പോ അനുരാഗമുള്ളവന് പരിസരം തടങ്ങിയിരിക്കാൻ പറ്റുമോ? എന്റെ ഹബീബിനെ കുറിച്ച് പറയുന്ന സദസ്സല്ലേ, നാളത്തെ നായകനെ കുറിച്ച് പറയുന്ന സദസ്സല്ലേ, അല്ലാഹുവിന്റെ ഹബീബല്ലേ എന്നെ രക്ഷപ്പെടുത്താനുള്ളത്. അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹുലനാ സയ്യിദി ഖൈറുൽ നബി അസ്സലാത്തു അലൻ നബി അബ്താഹി വൽ ഹബീബുൽ അറബി. ആ മുത്തായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നെ ശഫാഅത്ത് നൽകി കൈപിടിക്കാനുള്ള പ്രവാചകനാ. ആ രൂപത്തിൽ ജീവിച്ച പ്രവാചകനോടുള്ള പ്രണയം അടയാളപ്പെടുത്തിയ അന്തരാളമുള്ളവന് അല്ലാഹുവിന്റെ ഹബീബിനെ ഖബറിൽ കാണിക്കുമ്പോ ആ ഖബറുള്ള ചിത്രം കാണുമ്പോ ആരും പറഞ്ഞു കൊടുക്കണ്ട, ഇതെന്റെ ഹബീബാ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ആ അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാ കടന്നു വരാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്ന ഒറ്റ നായകൻ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാ. അതുകൊണ്ട് എന്റെ സഹോദരാ, എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും എനിക്കങ്ങളോട് ഇഷ്ടമാണെന്ന് ഹബീബിനോട് പറഞ്ഞ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുക, സഹോദരങ്ങളെ, ഓ ഉമറേ, നിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടില്ല ഉമറേ.
നിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. പഠിച്ചവനെ ഇനി എന്താ ബാക്കി പറയാനുള്ളത്? ഹബീബിന്റെ പ്രണയത്തിന് മുമ്പിൽ ഇനി എന്താണ് ഇനി സമർപ്പിക്കാനുള്ളത്? ഉടൻ തന്നെ ചിന്തിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എനിക്കെന്റെ ശരീരത്തെക്കാളും എന്റെ ആത്മാവിനെക്കാളും എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു യാ റസൂലല്ലാഹ്. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇപ്പോഴാ ഉമറേ നിന്റെ ഇഷ്ടം പൂർണ്ണമായത്. ഉമറേ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പൊന്നു പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് സ്വന്തമായിട്ട് ഞാൻ എന്റെ അന്തരംഗത്തോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വിരൽചൂണ്ടുമോ? ഒരു ഭാഗത്ത് ഫുട്ബോൾ താരങ്ങളല്ലേ താരാ, മറ്റൊരു ഭാഗത്ത് ക്രിക്കറ്റിന്റെ ഇതിഹാസ താരങ്ങളല്ലേ ചെറുപ്പക്കാരാ, മറ്റൊരു ഭാഗത്ത് സിനിമാ നടന്മാരല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മനസ്സിന്റെ അന്തരംഗത്ത് കുടിയിരുത്തിയിരിക്കുന്ന പ്രതിഭകളാരൊക്കെയാ? കുറെ സീരിയലിന്റെ നടിമാരല്ലേ, കുറെ സീരിയലിന്റെ നടന്മാരല്ലേ, റിയാലിറ്റി ഷോയിൽ പാട്ടുപാടാൻ വരുന്ന മക്കളല്ലേ, കുട്ടിപ്പട്ടാളത്തില് വന്ന് പിച്ചവച്ച് വർത്തമാനം പറയുന്ന കുട്ടികളല്ലേ, അതവതരിപ്പിക്കുന്ന അവതാരകരല്ലേ, റിയാലിറ്റി അവതരിപ്പിക്കുന്ന അവതാരികയല്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് ഭൗതികമായ പ്രമത്തതകൾ മുഴുവനും അന്തരാളത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അനുരാഗത്തിന്റെ രാജകുമാരൻ ഹബീബേ ഖുദാ നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമല്ലേ? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത കേവലം ഞാൻ വെറുതെ പറഞ്ഞതല്ല, എല്ലാറ്റിനേക്കാളും ഉന്നതിയിലുള്ളത്. കാരണം ഒന്ന് ആലോചിച്ചു നോക്ക് സഹോദര, ഒന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. സ്വഹാബികളാകുന്ന മഹാന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറളൂ അൻ. ഞാൻ കുറച്ച് സമയമേ സംസാരിക്കുന്നുള്ളൂ. പറയുന്ന വിഷയങ്ങൾ പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കണം. ഹബീബുമായിട്ടൊരു അനുരാഗമുണ്ടാകണം. അന്നകല മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽബ് കൊടുക്കണം. ഹബീബിന് കൽബ് കൊടുക്കണം. ഹബീബിന് കൽബ് കൊടുക്കണം. ആ കൽബ് വാങ്ങാൻ ആമിനാന്റെ മുത്ത് കാത്തിരിക്കുകയാണ്. ആമിനാന്റെ മുത്ത് കാത്തിരിക്കുകയാണ് മദീനയിൽ. മനുഷ്യന്റെ മാനവിക സമൂഹത്തിന്റെ മാനസങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഇഷ്ടലോകത്തിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ, ആ ഇഷ്ടക്കാരുടെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ പടനായകനെ മുഹമ്മദ് മുസ്തഫ, അനുരാഗികളുടെ പുഷ്പോദ്യാനമേ മുഹമ്മദ് മുസ്തഫ, പുഷ്പവാടിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഫസീലി ഹേ നമഹൽ സറാ തേരെ ഫർശി ഹേ വഹി ബൂരിയാം. ലഫസീലി ഹേ നമഹൽ സറാ തേരെ ഫർശി ഹേ വഹി ബൂരിയാം. ലോകനായകനാകേണ്ട പ്രവാചകരെ, അങ്ങെവിടെയാണ് വിശ്രമിച്ചത്? ഈന്തപ്പന മടലുകളിൽ കിടന്നതിന്റെ പേരിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഭൂമേനയിൽ അടയാളം വീണ ലോകനായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മദീനക്ക് മനസ്സ് കൊടുക്കുമോ? മനസ്സിന്റെ മണിയറ മദീനയാക്കുമോ? വലിച്ചെറിയുമോ? നരകത്തിന്റെ കൊള്ളുകളെ മനസ്സിൽ നിന്നും വലിച്ചെറിയുമോ? ഹബീബിനെ ഒന്ന് കുടിയിരുത്തുമോ? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമോ? മറക്കണ്ട പെങ്ങളെ, നിനക്ക് നിന്റെ മുത്തിനെ കണ്ടുമുട്ടാൻ, നിനക്ക് കിനാവിൽ കാണാം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് മറക്കണ്ട, ഏറ്റവും അമൂല്യമായ സമ്പത്ത് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ وأرسلناه به يبلغ العمل وله بنيل شفاعة طه كفيه إن لا
نعيما صلوا عليه وسلموا تسليما. വെളിയങ്കോട് ഉമ്മവച്ചിറങ്ങുന്ന മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ഈ വരികളങ്ങ് മദീനയുടെ പരപ്പിൽ മണൽത്തരികളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് പാട്ടുപാടിയപ്പോ അവിടെയുള്ള അറബികൾ പോലും ഞെട്ടിപ്പോയി. ആരാണ് ആരാണ് ആരാ ഇത്ര സുന്ദരമായ അനുരാഗത്തിന്റെ കാവ്യ തല്ലജങ്ങളെ കോർത്തിണക്കുന്നത് ആരാണ് ആരാണ്? അറബികൾ ഇറങ്ങിപ്പോയി, അറബികൾ ഓടി വന്നുപോയി. അതാ മഹാനവറുകൾ പാടുകയല്ലേ ഏറ്റവും വലിയ അമലേതാ, ഏറ്റവും വലിയ അമലേതാ? ഈ പ്രബന്ധത്തെ പടക്കാൻ കാരണക്കാരനായ ഒരു മുത്തേ മുത്തേ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് പ്രതീക്ഷിച്ച് നമ്മുടെ നായകൻ മദീനയിലുണ്ട്, മറക്കണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു, പ്രവാചകനോടുള്ള മഹബ്ബത്തും പ്രവാചകനെ കുറിച്ചുള്ള മതവും അതാണ് ഏറ്റവും വലിയ അമലെന്ന് ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ഞാനെന്താ പറഞ്ഞുകൊണ്ട് വന്നത്? വളരെ വേഗം പറഞ്ഞങ്ങ് പോവുകയാണ്. ദീർഘമായി പറയാൻ പല പ്രതികൂലതകളും ഉള്ളത് കൊണ്ട് ഞാൻ തുനിയുന്നില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഈ ഇരുത്തം ഹബീബിന് ഇഷ്ടമാകണം, ഈ ഇരുത്തം കണ്ട് മുത്തു പുഞ്ചിരി തൂകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, സഹാബികൾക്ക് ഇത്രയും വലിയ പവർ കിട്ടാൻ കാരണമെന്താ? സഹാബികളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലടോ. ആർക്കെങ്കിലും അതിൽ സംശയിക്കാൻ പറ്റുമോ? റളിയല്ലാഹു അൻഹും വറദൂ അൻ. അല്ലാഹുവിന്റെ ഖുർആൻ സഹാബികളെ സംബന്ധിച്ച് പറയുകയാ, ഹബീബിനോടൊപ്പം നിഴല് പോലെ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിൽ നിന്ന് പോകുന്നത് ഇഷ്ടമല്ല. അറിയണേ, മഹബ്ബത്തിന്റെ പ്രബന്ധം പഠിക്കണമെങ്കിൽ സഹാബികളെ അറിയണം. ആ സഹാബികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതറിയണം. ആ സഹാബികളെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചതറിയണം. ആ സഹാബികളെ എങ്ങനെയാ മുൻഗാമികളെ കണ്ടതെന്നറിയണം. അവരെങ്ങനെയാ വിജയിച്ചതെന്നറിയണം. അല്ലാതെ വിജയിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കാമുകന്മാരോടൊത്ത് കറങ്ങി നടക്കുന്ന പെങ്ങളെ, ഹബീബിനെ വേദനിപ്പിക്കുന്ന പെങ്ങളെ, പാതിരയോളം ചാറ്റിങ് നടത്തിയിട്ട് ചീറ്റിങ് ഏറ്റുവാങ്ങുന്ന ചെറുപ്പക്കാരാ, ഹബീബിനെ വേദനിപ്പിക്കുകയല്ലേ, ഹബീബിനെ നോവിക്കുകയല്ലേ, ഹബീബിനെ കുത്തി നോവിക്കുകയല്ലേ പൊന്നുമോനെ. അതുകൊണ്ട് മറക്കണ്ട, മറക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുകൊണ്ട് അതേ മഹബ്ബത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ച സ്വഹാബികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? റളിയല്ലാഹു അൻഹും വറദൂ അൻ. അല്ലാഹു അവരെയും അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെയും അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെയും അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാളും വലിയ ക്വാളിറ്റി ദുനിയാവിന്റെ പുറത്തേതാ? അള്ളാഹു അവരെ തൃപ്തിപ്പെടുക, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെടുക. ഇതിനേക്കാളും വലിയ ക്വാളിറ്റി അള്ളാന്റെ ദുനിയാവിൽ പറയുന്നുണ്ടോ? ആ ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി സ്വഹാബികളെ. ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിനു ശേഷം തുച്ഛമായ നാളല്ലേ ജീവിച്ചിട്ടുള്ളൂ അല്ലേ? കേവലം ഇബാദത്തിന്റെ പവറല്ല, കേവലം ഇബാദത്തിന്റെ പവറല്ല. മനസ്സിലാക്കണങ്ങള്, മഹബ്ബത്തിന്റെ പവർ വല്ലാത്ത പവറാ. കേവലം ഇബാദത്തിന്റെ പവറല്ല, ഇബാദത്തിന്റെ പവറല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തുച്ഛമായ കാലം കൊണ്ട് ഹബീബിനെ അനുഭവിച്ചവരാണവർ. ഹബീബിന്റെ തിരുമുറ്റത്ത് നിന്ന് പോകാൻ പോലും തയ്യാറല്ലാത്തവരാണവർ. ഒരു ഫാൻ കിട്ടുമോ? ഫാൻ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ
അവിടുത്തെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന മുത്തുമണികളെ പെറുക്കിയെടുക്കാൻ എന്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണേ. ഹബീബിന്റെ പരിശുദ്ധമായ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന മുത്തുമണികളെ പെറുക്കിയെടുക്കാൻ സഹാബികൾ ഒരുമിച്ച് കൂടുമ്പോ ദറസ് കഴിയുമ്പോ എല്ലാവരും പൊയ്ക്കൊള്ളുക, ഇന്നത്തെ ദറസ് കഴിഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പല സഹാബികളും പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? സദസ്സ് കഴിഞ്ഞല്ലോ, ദറസ് കഴിഞ്ഞല്ലോ, നിങ്ങൾ പോകുന്നില്ലേ സഹാബ എന്ന് ആമിനാന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഹബീബായ പ്രവാചകനോട് സഹാബികളുടെ മറുപടി എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല യാ റസൂലല്ലാഹ്. ഞങ്ങൾക്കവിടെ അമ്പിളിത്തിങ്കളായ നബിയെ നിങ്ങളുടെ ഭൂമുഖം വിട്ടു പോകാൻ ഞങ്ങൾക്ക് ആകൂല്ല യാ റസൂലല്ലാഹ്. എങ്ങനെയാണ് നബിയെ ഇവിടെ നിന്ന് ഞങ്ങൾ പോവുക? ഞങ്ങൾ എവിടേക്കാണ് പോവുക? ഈ സ്വർഗം വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, വെറുതെയാണോ നമ്മൾ പാടിപ്പുകഴ്ത്തുന്നത്? الصلاة على النبي والسلام على رسول അവരുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട്. പക്ഷേ ആ ഉമ്മയും ഉപ്പയും വീട്ടിലുള്ളതിനേക്കാൾ ഹബീബ് ചാരത്തുള്ളതാണ് അവർക്കിഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. മറന്നുപോകണ്ട, ഹബീബായ പ്രവാചകനെ പരിചയമില്ലാത്ത പ്രപഞ്ചത്തിൽ ആരെങ്കിലുമുണ്ടോ? ഓരോ മണൽത്തരികളോട് ചോദിച്ചാൽ, ഈ മണൽത്തരികളോട് ചോദിച്ചാൽ അവരാഗ്രഹിക്കുന്നത് ഹബീബിനെയാണ്. അന്തരീക്ഷത്തോട് ചോദിച്ചാൽ അവരാഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ, മദീനയുടെ പരപ്പിൽ ഞങ്ങൾക്ക് അറ്റ്മോസ്ഫിയർ ആകാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഈ മണൽത്തരികൾക്ക് പറയാനുള്ള ഖേദമെന്താ? ഈ മണൽപ്പരപ്പുകൾക്ക് പറയാനുള്ള ഖേദമെന്താ? ഞങ്ങൾ മദീനയുടെ മണൽപ്പരപ്പുകളായില്ലല്ലോ. ഞങ്ങൾ മദീനയുടെ പരിസരത്ത് സ്വർഗപ്പൂങ്കാവനത്തിലെ മണൽത്തരികളായി പടച്ചവൻ ഞങ്ങളെ പറഞ്ഞു വിട്ടില്ലല്ലോ. ഞങ്ങൾ എത്ര ഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അമ്പിളിയോട് ചോദിച്ചാൽ അമ്പിളി പറയും അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. കാരണം ഈ വിരൽത്തുമ്പ് അവിടുത്തെ റിസാലത്തിന്റെ വിരൽത്തുമ്പ് ചൂണ്ടിയിട്ട ഞങ്ങളെ ഒന്ന് രണ്ടായത്ത് ഹബീബ് പുലർത്തിയത് ഹബീബിനെ ഞങ്ങൾക്കറിയാം. സൂര്യനോട് ചോദിക്ക് സഹോദര, സൂര്യനും പറയും അറിയാം അറിയാം അറിയാം, എനിക്ക് പരിചയമുണ്ട്. കാരണം അസ്തമാന സൂര്യനെ തിരിച്ചു വിളിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ്? പുല്ലുപുഷ്പങ്ങൾക്കും ജന്തുക്കൾക്കും പ്രാണികൾക്കും പറവകൾക്കും പർവ്വതങ്ങൾക്കും കാട്ടരുവികൾക്കും കാട്ടാനകൾക്കും കാട്ടാറുകൾക്കും കളകളാരവമുഴക്കുന്ന അരുവികൾക്കുമെല്ലാം ഹബീബിനെ അറിയാം. പക്ഷേ നമ്മുടെ മനസ്സിന് ഹബീബിനെ അറിയില്ല. എന്തൊരു വലിയ കഷ്ടമാണ്. വൽവഹിഷു വൽ അശിജാറുക സജദതു ലഹു وعليه كسلم بعد تصهري يا ربي صل بمحمد منجي الخلائق من جهنم في غدي
അതുകൊണ്ട് സ്നേഹം ഉൾക്കൊള്ളുന്ന കൽബുകൾ, അതുകൊണ്ട് സ്നേഹം ഉൾക്കൊള്ളുന്ന കൽബുകൾ, അതുകൊണ്ട് സ്നേഹം ഉൾക്കൊള്ളുന്ന കൽബുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ സ്നേഹം ഉൾക്കൊള്ളുന്ന കൽബുകൾക്ക് എന്താ പുള്ളി എന്താ പറഞ്ഞു? ഫാൻ്റെ കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കും. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമസൃണമായ ഹൃദയങ്ങളുമായി കഴിയുന്നവർക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് പാടാനുള്ളത്? കൽബുകളൂടെ ഹബീബൻ കനൽ വന്നൂടെ, കൽബുകളൂടെ ഹബീബൻ കനൽ വന്നൂടെ, കരൾ പറിച്ചു തരാം ഹബീബെ സ്വീകരിച്ചൂടെ, കാത്തുകിടക്കാൻ ഞാൻ കണ്ണിന് കൽബിലൂടെ, എന്റെ ഭാവിൽ വന്നൂടെ, എന്റെ ദിനവിൽ വന്നൂടെ. അള്ളാന്റെ ഹബീബിനെ കൽബിൽ കൊണ്ടുവരലാണ് ഒരു സത്യവിശ്വാസികളുടെ പ്രാഥമികമായ പ്രൈമറി പ്രവർത്തനം. അതാണ് ഹബീബിനോടുള്ള മഹബത്ത് കൽബിൽ കൊണ്ടുവരലാണ്. ഒന്നറിയണേ സഹോദരാ, അതുകൊണ്ട് കഴിഞ്ഞുപോയ മുഴുവൻ മഹാരഥന്മാരും വിജയിച്ചത് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാ. അറിയണേ സഹോദരാ, ആ മഹബത്തിന്റെ വലിപ്പം എത്രയാണ്, മഹബത്തിന്റെ വലിപ്പം എത്രയാണ്. നല്ല നിലാവുള്ള രാത്രിയിൽ, നല്ല നിലാവുള്ള രാത്രിയിൽ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, നല്ല നിലാവുള്ള രാത്രിയിൽ അമ്പിളിത്തിങ്കളിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് പൂർണ്ണചന്ദ്രൻ അവിടുത്തെ പൂമുഖത്തെ നിലാവ് പഠിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സഹാബികൾ നോക്കുകയാണ്, സഹാബികൾ നോക്കുകയാണ്. എവിടേക്ക്? ആ പൂർണ്ണചന്ദ്രനെ നോക്കുകയാണ്, മുമ്പിലുള്ള അമ്പിളിയെ നോക്കുകയാണ്, ഹബീബിന്റെ മുഖം നോക്കുകയാണ്, പിന്നെയും അമ്പിളി തിങ്കളെ നോക്കുകയാണ്, പിന്നെയും മുസ്തഫായ നബി തങ്ങളുടെ മുഖം നോക്കുകയാണ്. പിന്നെ മാറി മാറി നോക്കിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഒരിക്കലും ഈ പൂർണ്ണചന്ദ്രന് അങ്ങയുടെ വദനശോഭയെ പരാജയപ്പെടുത്താനുള്ള പൊലിമയില്ല, നിലാവില്ല, പ്രകാശമില്ല. അങ്ങാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയുള്ള പൂനിലാവായ പൂർണ്ണചന്ദ്രനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം ഒരു ഇത്തിബാ അല്ല, കേവലം ഒരു പിൻപറ്റലല്ല, നിസ്കാരം നിർവഹിക്കൽ മാത്രമല്ല, നോമ്പ് പിടിക്കൽ മാത്രമല്ല, ഹജ്ജ് ചെയ്യൽ മാത്രമല്ല, സകാത്ത് കൊടുക്കൽ മാത്രമല്ല, സദഖ കൊടുക്കൽ മാത്രമല്ല, അവർ കണ്ട അമൂല്യമായ ഒരു സമ്പത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സഹാബി മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ, മത്തസാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരോട് ചോദിക്കുക, സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകനോട് ചോദിക്കുക, മത്തസാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാ? അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, അന്ത്യനാൾ എപ്പോഴാ? ഈ ലോകത്തിനൊരവസാനമുണ്ട്, ആ ദിവസം എന്താണ് യാ റസൂലല്ലാഹ് എന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി എന്താ? മാ അഅദത്തലഹാ, നീ ആ ഖിയാമത്ത് നാൾ എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ആ ലോകത്തേക്ക് വേണ്ടി നിന്റെ കയ്യിൽ എന്ത് സമ്പാദ്യമാ ഉള്ളത് യാ സഹാബി? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിച്ച സഹാബിയോട് തിരിച്ചൊരു മറുചോദ്യം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അതിനുവേണ്ടി നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഖിയാമത്ത് നാളിൽ നിനക്ക് കടന്നു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്ത് സമ്പത്താ ഉള്ളത്? ഉടൻ തന്നെ സഹീഹായ ഹദീസാണ്. ഉടൻ തന്നെ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരുപാട് നോമ്പില്ല യാ റസൂലല്ലാഹ്, എനിക്കൊരുപാട് കസറത്തു സൗമില്ല, കസറത്തു സ്വലാത്തില്ല, ധാരാളം ആരാധനകളൊന്നുമില്ല, ഒരുപാട് നിസ്കരിച്ചവനല്ല, ഒരുപാട് നോമ്പെടുത്തവനല്ല, ഒരുപാട് ആരാധനകളുടെ ആടുകളിലൂടൊക്കടന്ന് ആധ്യാത്മിക തലങ്ങളിൽ അലയടിച്ചവനല്ലേ അല്ല. പക്ഷേ എന്റെ പിടിവള്ളി എന്താണെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലുള്ള അമൂല്യമായ അനിർവചനീയമായ അമൂല്യമായ അമോഘമായ ആനന്ദകരമായ ആസ്വാദനാകരമായ ഏറ്റവും വലിയ അമൃതിനേക്കാൾ മധുരമുള്ള കർമ്മമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയോടുള്ള ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്, അങ്ങയോടുള്ള മഹബ്ബത്താണ് യാ റസൂലല്ലാഹ്, അങ്ങയോടുള്ള ഇഷ്ടമാണ് യാ ഹബീബല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല മക്കളെ, കേവലം മഹബ്ബത്ത് കൊണ്ട് മാത്രമൊന്നും ആവില്ല. അത് തെറ്റായ ധാരണയാണെന്നല്ല. ആമിനാന്റെ മുത്തുമോൻ 15 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കേവലം ഒരു സഹാബിയോടല്ല, മാനവിക സമൂഹത്തിന്റെ മുഴുവൻ മുഖങ്ങളിലേക്കും നോക്കിക്കൊണ്ട് ആക്കായെ നന്ദാറ് താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താണെന്നറിയുമോ? അന്തമാമൻ അഹിബബ്ത, അന്തമാമൻ അഹിബബ്ത, മനസ്സിലിട്ട് താലോലിക്കാനുള്ള വചനാമൃതമാണ് സഹോദര, മനസ്സിലേക്ക് ഏറ്റെടുക്കാനുള്ള വാക്കാണ്, വിശദീകരണമില്ലാത്ത വാക്കാണ്, വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വാക്കാണ്. സത്യവിശ്വാസികൾക്ക് ആനന്ദമാണ്, അനുരാഗികൾക്ക് കണ്ണീർ ചാലുകളാണ്. ഹബീബിന്റെ മറുപടി അന്തമാമൻ അഹിബബ്ത യാ സഹാബി, പൊന്നുമോനെ പൊന്നുമോനെ പൊന്നുമോന്, നീ ആരെ ഇഷ്ടപ്പെട്ടോ, നീ ആരെ മഹബത്ത് വെച്ചോ, പരലോകത്തിൽ അവരോടൊപ്പമാ നിന്റെ സ്ഥാനമെന്നോ മുഹമ്മദുർ റസൂലുള്ളാഹ്. പറച്ചുതല്ലു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ ഒരു ഇതിന്റെ സദസ്സൊരുമിച്ച് കൂട്ടിയിട്ട് ലോകത്തിന്റെ നായകനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സദസ്സിലേക്ക് വരാൻ ഭാഗ്യമില്ലാത്തവരെത്രയോ ഭാഗ്യം കെട്ടവരാണ്, വരാൻ പറ്റുന്നവരെത്രയോ മഹാഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, മടങ്ങണം മദീനയിലേക്ക്. മനസ്സൊരു മണിയറയുണ്ടെങ്കിൽ അത് മദീനയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലിരിക്കുന്ന മറ്റൊരു സമയം, മറ്റൊരു സന്ദർഭം, നട്ടുച്ച സമയം. ഒന്ന് കേൾക്കണേ സഹോദരങ്ങളെ, നട്ടുച്ച സമയത്തിൽ അതാ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് കത്തി ശോഭിച്ചുകൊണ്ട് നിൽക്കുകയാ. ഹബീബായ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുന്ന സഹാബികൾ ആ സൂര്യനിലേക്ക് നോക്കുന്നു. പിന്നെയും പ്രവാചകന്റെ സുന്ദരവദനത്തിലേക്ക്, പിന്നരും സൂര്യനിലേക്ക് മാറി മാറി നോക്കിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരിക്കലും നീ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് ശോഭ ചൊരിച്ചുവിടുന്ന 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചു വരുന്ന സൂര്യന്റെ ശോഭയുണ്ടല്ലോ, പ്രകാശത്തിന്റെ അരുണ കിരണങ്ങളുണ്ടല്ലോ, അങ്ങയുടെ വദനത്തിലെ ആ
പ്രശോഭിതമായ കിരണങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. വെറുതെയുള്ള സഹോദര പാടിക്കോ. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഖാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തു അലൈക്കും അന്ത നൂറു ഫൗക നൂരി അന്ത നൂറു ഫൗക നൂരി അന്ത നൂറു ഫൗക നൂർ. എല്ലാ നൂറിന്റെയും എല്ലാ പ്രകാശത്തെയും പരാജയപ്പെടുത്തുന്ന സുന്ദരവദനമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂര്യന് പ്രവാചകനിൽ ഒരു നിഴൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പ്രവാചകനിൽ ഒരു നിഴലിന്റെ ഒരൽപ്പം ഒരു നിഴൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിഴലില്ലാത്ത ഒരു സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാൻ തയ്യാറായിക്കോ. മരിക്കുന്നതിന് മുമ്പ് ആമിനാന്റെ മുത്തുമോനെ കിനാവിലൊന്ന് കാണാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. മനസ്സിന്റെ ഭിത്തിയിൽ മമ്മൂട്ടിയുടെ ചിത്രമൊട്ടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ. വീടിന്റെ ഭിത്തിയിൽ സൽമാൻ ഖാന്റെ ചിത്രമൊട്ടിച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ. നീ ഉണർന്നു നോക്കുമ്പോൾ നിന്റെ മുമ്പിൽ മസിൽ പവറുള്ള ഋതുഘോഷന്റെ ചിത്രമാണ് ചെറുപ്പക്കാരാ. നിന്റെ മൊബൈലിന്റെ പ്രൊഫൈൽ പിക്ചർ ഏതാ ചെറുപ്പക്കാരാ? നിന്റെ ലാപ്ടോപ്പിന്റെ പിക്ചർ ഏതാ ചെറുപ്പക്കാരാ? നിന്റെ ഐപാഡിന്റെ പിക്ചർ ഏതാ ചെറുപ്പക്കാരാ? നിന്റെ മൊബൈലിന്റെ ഉള്ളിലുള്ള ഫോൾഡറുകൾ എന്തിനെ കുറിച്ചാ ചെറുപ്പക്കാരാ? പിന്നെ എങ്ങനെയാ പൊന്നുമോനെ, പിന്നെ എങ്ങനെയാ പൊന്നുമോനെ ലോകത്തിന്റെ അമ്പിളിത്തിങ്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ ഹബീബിനോടുള്ള മഹബ്ബത്ത് എങ്ങനെയാ സഹോദര നമ്മുടെ ഹൃദയത്തിൽ കിടക്കുക? അതുകൊണ്ട് ഹൃദയത്തിന്റെ രാജകുമാരനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മുൻഗാമികളായ പല മഹതിമാരും ഹബീബിന്റെ ചിത്രം കണ്ടവരാ, ഹബീബിനെ ഖിനാവിൽ കണ്ടവരാ, മുത്തുനബിയെ കാണാൻ ഭാഗ്യം കിട്ടിയവരാ. മറന്നു പോകണ്ട. സമകാലിക ജീവിതത്തിൽ ആധുനികതയുടെ പളപളപ്പിൽ കിടന്ന് നട്ടം തിരിയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് കാണേണ്ട മോളെ. നിന്റെ മനസ്സിലേക്ക് മുസ്തഫായ നബി തങ്ങളുടെ ചിത്രം വരണമെങ്കിൽ, ഹബീബിനോടുള്ള പ്രണയം വരണമെങ്കിൽ നിന്റെ സ്കിൻ ഫിറ്റായിട്ടുള്ള വസ്ത്രമൊന്ന് വലിച്ചെറിയുമോ? അതിനെ നീ പർദ്ദയെന്ന് പേരിട്ടാലും പറയുന്നത് നീ പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. നിന്റെ സ്കിൻ ഫിറ്റായിട്ട് മറ്റ് അന്യ പുരുഷന് അതാ നിന്റെ ശരീരത്തിന്റെ വടിവ് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രമുണ്ടല്ലോ പെങ്ങളെ. പാവപ്പെട്ട നിന്റെ ഭർത്താവ് പ്രയാസങ്ങളേറെ സഹിച്ചുകൊണ്ട് പ്രവാസികളായി അങ്ങകളെ നാട്ടിൽ കഴിയുമ്പോ ചൂട് പ്രശ്നമല്ല, തണുപ്പ് പ്രശ്നമല്ല, ചൂട് പ്രശ്നമല്ല, അറബിയുടെ തെരുവില് പ്രശ്നമല്ല, എന്ത് തരം താണ ജോലിയാണെങ്കിലും പ്രശ്നമല്ല. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിന് വഞ്ചിക്കുന്ന പെണ്ണുമോളെ അല്ലാഹു വെറുതെ വിടൂല മോളെ. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മോളെ. മഹദിയായ ഫാത്തിമാന്റെ ജീവിതം പഠിച്ചോ മോളെ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ. ആ ഫാത്തിമയെ കുറിച്ച് കേവലം പാട്ടുപാടി നടന്നാൽ ഫാത്തിമാനോടുള്ള സ്നേഹമാകുമോ? അല്ലേ? കുറെ കാലം മുമ്പ് അതാണ് കൽബാണ് ഫാത്തിമ, അതാണ് ഫാത്തിമ, ഇതാണ് ഫാത്തിമ. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് അതല്ല ഫാത്തിമ, ഇതാണ് ഫാത്തിമ. ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ എവിടെയെത്തി? അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാഹ്
പൂമോള് ഫാത്തിമ അലിയാറ് തങ്ങൾക്ക് ഇളവറ്റ ഫാത്തിമ അവധുള്ള ഫാത്തിമ അരുമത്ത് ഫാത്തിമ. ഇങ്ങനെ പാട്ടുപാടിയാൽ ഫാത്തിമാനോടുള്ള ചര്യ നിനക്ക് പിൻപറ്റാൻ പറ്റുമോ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ട് ഫാത്തിമാന്റെ പവർ മറക്കണ്ട. ഹബീബിനോടുള്ള ഇഷ്ടമുള്ളവര് ഫാത്തിമാനെ ഇഷ്ടപ്പെടും, ഫാത്തിമാനോട് ഇഷ്ടമുള്ളവര് ഹബീബിനെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മനസ്സിൽ മതിക്കട്ടെ. പ്രണയം കൊണ്ട് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മനസ്സിന്റെ മണിയറയായിട്ട് മാറട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹാ, ഏതൊക്കെ സഹാബികളുടെ ചരിത്രം പരിശോധിച്ചാലും അവരുടെയൊക്കെ പവർ എന്താണെന്നറിയുമോ? ഹബീബിനോടുള്ള പ്രണയമാ സഹോദരാ. അള്ളാന്റെ ഹബീബിന്റെ പേരൊന്ന് കേൾക്കാൻ ഇഷ്ടപ്പെട്ടവരാ അവര്, ഹബീബിന്റെ പേരൊന്ന് കേൾക്കാൻ ഇഷ്ടപ്പെട്ടവരാ അവര്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പരിസരത്ത് ടെലിവിഷന്റെ മുമ്പിലുള്ള പെങ്ങള്, പരിസരത്ത് പുറപ്പിനടിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടെ പറയുന്നത് ഹബീബിനെ കുറിച്ചാ. ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ കുറിച്ചല്ല, ഏതെങ്കിലും ഭൗതിക നേതൃത്വത്തെ കുറിച്ചല്ല. ഗാനമേളയല്ല പെങ്ങളെ എവിടെ നടക്കുന്നത്, ഒപ്പനയല്ല പെങ്ങളെ എവിടെ നടക്കുന്നത്, സിനിമാറ്റിക് ഡാൻസ് അല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇവിടെ നടക്കുന്നത്, ഫാൻസി ഡ്രസ് അല്ല നടക്കുന്നത്, ടാബ്ലോയല്ല നടക്കുന്നത്, കോമഡി ഷോ അല്ല നടക്കുന്നത്, ഒരു തോന്നിവാസത്തിന്റെയും വേദിയല്ല, ഫുട്ബോളിന്റെ അരങ്ങ് തകർക്കലല്ല, ക്രിക്കറ്റ് മാച്ചല്ല, ഷട്ടിൽ ടൂർണമെന്റ് അല്ല, വോളിബോളല്ല നടക്കുന്നത് ചെറുപ്പക്കാരാ. ഇത് രണ്ട് ലോകത്തിന്റെയും നായകനായ സയ്യിദുൽ വജൂദ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ കൊണ്ട്, പ്രകീർത്തനങ്ങൾ കൊണ്ട്, പ്രണയത്തിന്റെ ഉന്മാദത്തിലും ലഹരിയിലേക്കും അനുരാഗത്തിന്റെ അലമാലകളിലൂടെ കടന്നുപോകാൻ അധ്വാനിക്കുന്ന ഒരു ചെറു സംഘമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്ന സഹാബികൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വരികയാ. മുസ്ലിമല്ല, അമുസ്ലിം സഹോദരനായ ഒരു ചെറുപ്പക്കാരൻ വരികയാ. എന്തിനാ വന്നതെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പണം ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉസ്മാന്റെ ചാരത്ത് പോയി ഞാൻ പറഞ്ഞെന്ന് പറയൂ, നിനക്ക് ആവശ്യമുള്ള പണം തരും എന്ന് പറഞ്ഞയച്ച ജൂതനായ ചെറുപ്പക്കാരൻ ആകാംക്ഷയോടെ ഹബീബിന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടായതുകൊണ്ട് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാ, ഓ ഉസ്മാൻ തങ്ങളെ, എനിക്കൽപ്പം പണം കടം തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് പറഞ്ഞു, എനിക്കൽപ്പം പണം കടം തരാൻ. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ആര് പറഞ്ഞു പണം കടം തരാൻ? മുഹമ്മദ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതൻ അത് ചെല്ലൂല്ല, നമ്മൾ മുസ്ലിമീങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും ചോദിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ആര് പറഞ്ഞു പണം കടം തരാൻ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് പറഞ്ഞു പണം കടം തരാൻ. ആവർത്തിച്ച് പിന്നെയും ചോദിച്ചപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നു, എന്തിനാണ് ഉസ്മാനെ നിങ്ങൾ എന്നെ പരിഹസിക്കുന്നത്? എന്തിനാ? പണം കടം തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഉസ്മാൻ, ഞാനിതാ പോകുന്നു ഉസ്മാൻ, നിങ്ങളുടെ പണം വേണ്ട ഉസ്മാൻ, നിങ്ങൾ എത്ര പണം കിട്ടും? പിന്നെയും ആര് പറഞ്ഞു എന്ന്
ചോദിച്ചിട്ട് എന്നെ എന്തിനാ പട്ടി കളിപ്പിക്കുന്നത് ഉസ്മാൻ? ഞാൻ പോവുകയാ ഉസ്മാൻ, എനിക്ക് പണം വേണ്ട ഉസ്മാൻ, ഞാൻ പോവുകയാ ഉസ്മാൻ. തിരിഞ്ഞു നടക്കുന്ന സഹോദരന്റെ തോളിൽ പിടിച്ച് പുഞ്ചിരി നോക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നീ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ആളല്ല, നീ ഒരു മുസ്ലിം സഹോദരനാ. നിന്റെ നാവ് കൊണ്ട് എന്റെ ഹൃദയാന്തരാളത്തിലെ അനുരാഗ രാജകുമാരന്റെ പേര് കേൾക്കുമ്പോ അത് കേൾക്കാൻ വീണ്ടും 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 കേൾക്കാൻ എനിക്ക് ആവേശമായി പോയി, അനുരാഗത്തിന്റെ ആവേശമായി പോയി. അതുകൊണ്ടാണ് പിന്നെയും നിന്നോട് ചോദിച്ചത്. അതുകൊണ്ട് നീ ആദ്യം പറഞ്ഞില്ലടോ മുഹമ്മദ് എന്ന് നീ പറഞ്ഞില്ലേ, അതിന് ഇതാ പണം പിടിക്കുക. രണ്ടാമത് ചോദിച്ചപ്പോ ബുദ്ധിമുട്ടുകൂടാതെ എന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞതിനും നീ പണം പിടിക്കുക, മൂന്നാമത് പറഞ്ഞതിനും പണം പിടിക്കുക, എന്റെ രാജകുമാരന്റെ പേര് പറഞ്ഞതിനൊക്കെ പണം പിടിക്കുക. അറിയണം മോനെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണെന്നറിയോ? ഓ പൊന്നുമോനെ, മടികൂടാതെ ഞാൻ നിന്നോട് ചോദിക്കുന്നതിന്റെ മറുപടിയായി ആര് പറഞ്ഞു പണം കടം തരാനെന്ന് ഞാൻ ചോദിക്കുമ്പോ മടികൂടാതെ വീണ്ടും നീ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പിന്നെയും നിനക്ക് ഞാൻ പണം തരും, പിന്നെയും പറഞ്ഞാൽ പണം തരും. നീ എത്ര തവണ പറഞ്ഞാലും അതിനനുസരിച്ച് ഞാൻ പണം നൽകുമായിരുന്നു. പോരാ, അവസാനം എന്റെ പറമ്പ് വിൽക്കേണ്ടി വന്നാലും എന്റെ പറമ്പുകൾ നിനക്ക് ഞാൻ പകരം തരും. പണം തീർന്നാൽ എന്റെ ഈ കാണുന്ന തോട്ടങ്ങളുണ്ടല്ലോ, ഈന്തപ്പഴം കുലച്ചു കിടക്കുന്ന ഏക്കർ കണക്കിനുള്ള തോട്ടങ്ങളുണ്ടല്ലോ, എന്റെ ഹബീബിനെക്കാളും അതെനിക്ക് വിലയില്ലാത്തതാ. എനിക്ക് വിലയും മഹബ്ബത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അതുകൊണ്ട് നീ പിന്നെയും പറഞ്ഞാൽ ഓരോ തോട്ടവും നിനക്ക് തരുമായിരുന്നു. പിന്നെയും നീ നിർത്താതെ പറഞ്ഞാൽ എന്റെ ഭവനം നിനക്ക് നൽകും, എന്റെ സർവസ്വവും നിനക്ക് നൽകും. പിന്നെയും നീ നിർത്താതെ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അവസാനം എന്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലുമില്ലാതെ ഞാൻ ദാരിദ്ര്യത്തിലങ്ങ് മുങ്ങിപ്പോയാൽ, ഞാൻ അവസാനം ഒന്നുമില്ലാത്ത ആളായി മാറിയാൽ പിന്നെയും നീ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് അടിമയായി മാറും മോനെ. എന്താ ഉമ്മുൽ അമ്മാദു മറൈന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുവാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയാ അസ്സലാത്തു ഉറച്ച് അസ്സലാത്തു അലൻ നബി ഉറച്ച്. ഈ വീഴുന്ന തുള്ളികൾക്ക് അനുരാഗത്തിന്റെ കണക്ക് പറയാൻ പരലോകത്തിൽ അവകൾ നമ്മോടൊപ്പം വരണം. അതുകൊണ്ട് ഈ വീഴുന്ന തുള്ളികൾക്കൊപ്പം ഒപ്പം അനുരാഗത്തിന്റെ തീർച്ചാലുകൾ, അനുരാഗത്തിന്റെ അലുലികൾ ഉറച്ചു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബുൽ അറബി. അതുകൊണ്ട് മറന്നു പോകേണ്ട, മനസ്സിൽ ആഗ്രഹിക്കേണ്ട ഒരു മണ്ണ് മദീനയാണ്. മനസ്സിൽ ഏതെങ്കിലും ഒരു മണ്ണിനോടുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാർ, ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, പല സ്ഥലത്തും നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടുണ്ട് അല്ലേ? പലരും പറയാറുണ്ട്, പടച്ചവനെ ഇത്രയും കാലമായിട്ട് വീഗാലാൻഡിലൊന്ന് പോയിട്ടില്ലല്ലോ. ചില ചെറുപ്പക്കാര് വിഷമത്തോടെ പറയാറുണ്ട്. നരകത്തിന്റെ കൊള്ളികളാകാൻ ആഗ്രഹിക്കുന്ന പല പെണ്ണന്മാരും പറയാനുണ്ട്, ഞാൻ ഇത്രയും കാലമായി വീഗാലാൻഡിലൊന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ബ്ലാക്ക് ടെൻഡറിലൊന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ,
ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിൽ ഒന്ന് പോകാൻ, മൂന്നാറിൽ പോകാൻ, തേക്കടിയിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എത്രയോ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. കാണുമ്പോൾ ആനന്ദമാണ്. അവിടെയൊക്കെ ഒന്ന് എത്തിപ്പെടാൻ ആഗ്രഹിക്കുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരാ, ലോകത്തിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഈ രണ്ട് ലോകത്തിലും ഏറ്റവും വലിയ സ്വർഗമേതാണെന്നറിയുവോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ ഒരു വശത്തിലൂടെ പറഞ്ഞാൽ പടച്ച തമ്പുരാന് പണിതൊരുക്കി വച്ചിരിക്കുന്ന പ്രതിശാലമായ അവർണ്ണനീയമായ പ്രപഞ്ചമുണ്ടല്ലോ. ആ ഉന്മാദത്തിന്റെ കേന്ദ്രമാകുന്ന സംഗമഭൂമിയാകുന്ന പറുദീസയാകുന്ന പരിശുദ്ധമായ സ്വർഗം, ആ സ്വർഗത്തിനേക്കാളും പരിമളമൂറും ഒരു സ്വർഗം മദീനയാ. എന്താ കാരണമെന്നറിയുമോ? ആ സ്വർഗത്തെ പടക്കാൻ കാരണക്കാരനാരാ? ആ സ്വർഗത്തെ പടക്കാൻ കാരണക്കാരനാരാ? അതുകൊണ്ട് അതിനെ പടക്കാൻ കാരണക്കാരനല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു വെല്ലുവിളിയോടെ ലോകത്തോട് ചോദിക്കാം സഹോദരാ, ഒരു വെല്ലുവിളിയോടെ ലോകത്തോട് ചോദിക്കാം സഹോദരാ. ലോകത്തിൽ ഒരുപാട് ആചാര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ലോകത്തിൽ ഒരുപാട് അപ്പോസ്തലന്മാരുടെ ജനന മരണ ഭൂമി എന്ന് മറക്കണ്ട. ലോകത്തിൽ ഒരുപാട് ആധ്യാത്മിക തലങ്ങളിലേക്ക് മാനവിക സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയ വിവിധ ആശയങ്ങളും വിവിധ മീമാംസകളും വിവിധ മതങ്ങളുടെ ആചാര്യന്മാരും ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്, മണ്ണുമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യമൊന്ന് ചോദിക്കുകയാ, അള്ളാഹുവിന്റെ ഈ ഭൂമിയുടെ പുറംകളിൽ ഇഷ്ടത്തിന്റെ കണ്ണുനീർ, അനുരാഗത്തിന്റെ കണ്ണുനീർ, മഹബത്തിന്റെ കണ്ണുനീർ, ഇഷ്ടിന്റെ കണ്ണുനീർ ചാലിപ്പൊഴുകി പുഷ്കരമായ വരിഷ്ഠമായ ഒരു മണ്ണ്, അത് മദീനയല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊന്നുണ്ടോ? അനുരാഗികൾ ഇത്രയും അധികം കരഞ്ഞ മണ്ണ്, അത് മദീനയല്ലാതെ മറ്റൊന്നുണ്ടോ? മക്ക കാണുമ്പോ ചിലപ്പോൾ കരച്ചിൽ വരാത്തവർ മദീനയുടെ ഭൂമിലാവിന്റെ പച്ചക്കുബ്ബ കാണുമ്പോ, അന്നകല നിന്നുകൊണ്ട് കാണുമ്പോ മനസ്സിനൊരു വിറയലാണ്, മനസ്സിനൊരു താപമാണ്. എന്തെന്നില്ലാത്ത പറയാനാവാത്ത അനിർവചനീയമായ അനുരാഗത്തിന്റെ താളത്തിന്റെ കൊട്ടാണ് അത്. കണ്ണുകളിലൂടെ ചാലിട്ട് അനുരാഗത്തിന്റെ നൂർച്ചാലുകളായി കണ്ണുനീരായി ആ കഥനത്തിന്റെ കഥകൾ അവിടെ പറഞ്ഞു തീർക്കുകയാണ്. ആ പാദത്തിൽ നിന്നുകൊണ്ട് കരയാത്തൊരു മുസൽമാനുണ്ടോ? ആ പാദത്തിൽ നിന്നുകൊണ്ട് കരയാത്തൊരു മുസൽമാനുണ്ടോ? ആ പാദത്തിൻ ചുവട്ടിൽ കരയാത്ത കണ്ണുകളുണ്ടോ സഹോദരാ? ആ ഭൂമിയിൽ വീണ കണ്ണുനീർ കണങ്ങൾക്ക് എണ്ണമുണ്ടോ? അതുകൊണ്ട് തന്നെയല്ലേ സഹോദരങ്ങള്, അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് വന്നു, അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് വന്നു. ഉമറുൽ ഖാദി വെളിയങ്കോടത്തെ രാജകുമാരൻ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പാടി പാടി കരഞ്ഞുകൊണ്ട് പറയുന്ന കാവ്യപല്ലജങ്ങൾ ഏതാണെന്നറിയുമോ? എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഭൗതികമായ നഷ്ടങ്ങളെ ഓർത്തല്ല, ഏർപ്പാടിന്റെ ദുഃഖത്തിന്റെ കണ്ണുനീർ ചാലുകളല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും വേദന കൊണ്ട് കരയുകയല്ല. രണ്ടു ലോകത്തിന്റെയും നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട എന്റെ മുമ്പിലുള്ള
ചെറുപ്പക്കാരാ, ഒന്ന് മനസ്സിലാക്കിക്കോ, നിന്റെ മനസ്സിലൊരു മാണിക്ക കൊട്ടാരം ഒരുക്കുന്നതെങ്കിൽ അതാർക്ക് വേണ്ടിയാകണം? മറക്കണ്ട. തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹലി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഞാനൊന്ന് ചോദിക്കട്ടെ, പലരും പറയാറുണ്ട് ഉസ്താദേ മദീനത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, മദീനയെ കഴുകി തലോടണമെന്ന് ആഗ്രഹമുണ്ട്. ആ മണ്ണിലൊന്ന് പോയി നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഒരു സലാത്ത് സലാം അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ചിലപ്പോ പറയാറുണ്ട് ഉസ്താദേ സാമ്പത്തികം നോക്കാറില്ല, ശാരീരിക സ്ഥിതി പോരാ. ചില ആളുകൾ സാമ്പത്തികം നോക്കാറില്ല, ചില ആളുകൾ സമ്പത്തൊക്കെ ഉണ്ട് ഉസ്താദേ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എന്റെ നടുവേദനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനൊന്ന് ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദര, മനസ്സിൽ ഒരാഗ്രഹം വെക്കുന്നതിന് പണത്തിന്റെ ആവശ്യമുണ്ടോ? മനസ്സിൽ ഒരാഗ്രഹത്തിന്റെ പുഷ്പോദ്യാനത്തിൽ ഒരു പുഷ്പവാടിയായി പൂത്തുല്ലസിച്ച് അമ്പിളി തിങ്കളോടുള്ള അനുരാഗം ഒന്നർപ്പിക്കുന്നതിന് ആരോഗ്യത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് മറക്കണ്ട സഹോദര, കടന്നു പോകണം സ്വഹാബികളുടെ ജീവിതത്തിലേക്ക്. ഒരു പരാമർശം കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലാത്ത ഒരൊറ്റ നാവും ഇവിടെ ഉണ്ടാകരുത്, ഉറച്ചു ചെല്ലാത്തൊരു നാവും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പേര് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബികളെ ചരിത്രം കേട്ട നമ്മൾ ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉറച്ച് സ്വലാത്ത് ചെല്ലാൻ പറ്റൂ, മുനാഫിഖീങ്ങൾക്ക് ചെല്ലാനുള്ള ഭാഗ്യമുണ്ടാവില്ല, പുത്തൻവാദികൾക്ക് ചെല്ലാൻ തീരെ ഭാഗ്യമുണ്ടാവില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ആരെ വിളിച്ചുകൊണ്ടാ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൗലായ മദീനത്തേക്ക് മൗലായ സല്ലി വസല്ലമ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം ഫഖൽ നബിയ്ന ഫീ ഖൽഖി വഫി ഖുലുഖി വഅലം نوره في علم وعلى كرمي مولاي. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചാൽ അതിന്റെ പ്രത്യുത്തരമായി അവർ പറയുന്ന പദപ്രയോഗം തന്നെ പ്രണയത്തിന്റെ ആഴങ്ങളെ സ്പർശിച്ചു പോകുന്നതാണ്. നമ്മൾ ഉമ്മ വിളിച്ചാൽ മോനെ മുഹമ്മദ് എന്ന് വിളിച്ചാൽ, മോനെ വഹാബ് എന്ന് വിളിച്ചാൽ, ദാ വരുന്നു ഉമ്മ, ഞാൻ പറയും, നിങ്ങൾ പറയും, ഞാൻ ദാ വരുന്നു ഉമ്മ എന്ന് പറയും. എന്നാ ലോകത്തിന്റെ അമ്പിളി തിങ്കളേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികളെ വിളിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മി യാ
റസൂലല്ലാഹ് ഫിദാക റൂഹി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ബാപ്പയും അങ്ങക്ക് ബന്ധമാണ് നബിയെ. അവരുടെ മറുപടിയാണ് സ്നേഹത്തിന്റെ അങ്ങേയറ്റം എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അങ്ങക്ക് അർപ്പണമാണ്. റൂഹി ഫിദാക്, ഞാൻ ഏതൊരു അത്ഭുതത്തിലാണോ നിലകൊള്ളുന്നത്, ആ അത്ഭുതമാകുന്ന ആത്മാവും ആ ദേഹിയും അങ്ങക്ക് സമർപ്പണമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞാലും നബിയെ, അതാണ് അവരുടെ പ്രത്യുത്തരം. സഹോദരങ്ങളെ, അവരുടെ ലോകം മഹബ്ബത്തിന്റെ ലോകമാണ്, അവരുടെ തീരം സ്നേഹത്തിന്റെ തീരമാണ്, അവരുടെ മാനസങ്ങൾ മദീനയുടെ രാജകുമാരനെ കുറിച്ചുള്ള സാനുരാഗത്തിന്റെ മണിയറകളാണ്. അതുകൊണ്ട് മറക്കണ്ട, നമ്മുടെ മനസ്സും ഹബീബിന് കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഹബീബിനെ ഒന്ന് കാണണ്ടയോ? മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി ഒന്ന് കാണണ്ടയോ? ആ പുഞ്ചിരി ഒന്ന് കാണണ്ടയോ? മുത്തുനബി ഒന്ന് കിനാവിൽ കാണണ്ടയോ? അതിന്റെ ഏറ്റവും വലിയ സിദ്ധൌഷധമാണ് സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറയുന്നു, വസനം പൂണ്ടതാണല്ലോ മനം. ഒരു സ്ത്രീ വന്നുകൊണ്ട് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുൻപിൽ വന്നിട്ട് പറയുകയാണ്, മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചു എനിക്കുന്നു അവളെ കാണണം സ്വപ്നത്തിലായി. എനിക്കൊരു മകളുണ്ടായിരുന്നു തങ്ങളെ, ആ മകള് മരണപ്പെട്ടു പോയി തിങ്കളെ, ആ മകളെ ഒന്ന് കിനാവിൽ കാണണം തങ്ങളെ. എന്തോ അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടതും അത് തേടി വന്നവളാണ്. എന്തെങ്കിലും പറഞ്ഞു തരണേ തങ്ങളെ, എന്റെ മരണപ്പെട്ടു പോയ പൊന്നുമോളെ ഒന്ന് കിനാവിൽ കാണാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ തങ്ങളെ. എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത്, അത് കേട്ട് സന്തോഷത്തിലാണ് നടന്നത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്വപ്നത്തിൽ കാണാൻ എന്തോ ദിക്ർ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ ആ സഹോദരി അന്ന് രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്വപ്നം കാണുകയാ. ഏത് രൂപത്തിലാ കാണുന്നതെന്നറിയുവോ? കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുന്ന രൂപത്തില്, വല്ലാത്ത വേദനയുള്ള രൂപത്തില്, വല്ലാത്ത പ്രതിസന്ധിയുള്ള രൂപത്തിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്വപ്നത്തിൽ കണ്ടു. ഞെട്ടിയെഴുന്നേറ്റ് അലമുറയിട്ട് കരന്നുകൊണ്ട് ഇലാ ഹദറത്തി ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ മകളെ ഞാൻ കണ്ടു, പക്ഷെ എന്റെ പൊന്നുമോള് വല്ലാത്ത പ്രയാസത്തിലാണ്, എന്റെ പൊന്നുമോള് വല്ലാത്ത ദുഃഖത്തിലാണ്, എന്റെ പൊന്നുമോള് വല്ലാത്ത വേദനയിലാണ്. അവളുടെ കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുകയാണ്. അവൾ വല്ലാതെ അട്ടഹസിച്ച് കരയുന്നുണ്ട്. മഹാനവറുകൾക്കും വശനമായി പോയി സമാശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ആ പെണ്ണിനെ തിരിച്ചയക്കുമ്പോ നാളുകൾ എങ്ങനെയുണ്ടോ സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാ. എന്താ സ്വപ്നമെന്നറിയോ? കാണാനഴകുള്ള ഒരു പൊന്നുമോൾ, തേജോമയമുള്ള ഒരു മുഖമുള്ള പൊന്നുമോൾ, സുന്ദരവദനമുള്ള ഒരു പൊന്നുമോൾ, നല്ല പ്രകാശപൂരിതമായ മുത്തുപൊഴിയുന്ന ചിരിയും ചിരിച്ചുകൊണ്ട് ശിരസിൽ കിരീടം വെച്ചുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്നെ അറിയുമോ തങ്ങളെ, എന്നെ പരിചയമുണ്ടോ തങ്ങളെ? ഉടൻ തന്നെ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാദിരി, എനിക്കറിയില്ല മോളെ, എനിക്കറിയില്ല. എനിക്കറിയില്ല പൊന്നുമോളെ, നീ ആരാ? എന്റെ ഉമ്മ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ? എന്റെ ഉമ്മ എന്നെ കിനാവിൽ കാണാൻ ദിക്ർ മേടിച്ചുകൊണ്ട് പോയ രംഗം നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? അപ്പോൾ തന്നെ പറയുന്നു, മോളെ ഓർമ്മയുണ്ട്, പക്ഷേ നിന്നെ ഈ രൂപത്തിലല്ലല്ലോ ഉമ്മ നിന്നെ കണ്ടത്. നിന്റെ കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുന്ന രൂപത്തിലും നീ വല്ലാത്ത വേദനാജനകമായ പ്രയാസത്തിലുമാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ കണ്ടത്. പിന്നെ
ഇത്ര പെട്ടെന്നൊരു ചേഞ്ച്, ഒരു മാറ്റമുണ്ടാകാനുള്ള കാരണം എന്താണ് പൊന്നുമോളെ എന്ന് ചോദിച്ചപ്പോ ആ പൊന്നുമോളുടെ മറുപടിയാ സഹോദരങ്ങളെ മറന്നുപോകല്ലേ, 550 ആളുകൾ താമസിക്കുന്ന, ഞാനടക്കമുള്ള പല ഖബറാളികളും താമസിക്കുന്ന ഖബറിസ്ഥാൻ, ആ ഖബറിസ്ഥാനിൽ വല്ലാത്ത ദുരിതത്തിലും പ്രയാസത്തിലുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോ ഒരാൾ ആ ഖബർസ്ഥാനിന്റെ സമീപത്തുകൂടി ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കടന്നുപോയി. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു. ആ ഒരു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ഭൂമിയെ പരിശുദ്ധമാക്കി പടച്ച തമ്പുരാൻ ആ കുഞ്ഞുമോള് പറയുമ്പോ മുഹമ്മദുൽ അസ്റഫുൽ അഅറാബി വൽ അജമി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് സ്വലാത്ത് സിദ്ധൌഷധമായി മുറുകെ പിടിക്കുക. ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഈമാന യർസുൽ മദീന കമാ തർസുൽ ഹയ്യത്തു ലാ ജുഹരിഹാ. എവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് പോകാനുള്ളത്? സിനിമാശാലയിലാണോ, ടെലിവിഷന്റെ മുമ്പിലാണോ, ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണോ, ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണോ, ഷട്ടിൽ കോർട്ടിലാണോ? എവിടെയാണ് സത്യവിശ്വാസികൾക്ക് പോകാനുള്ള ഇടം? പറയട്ടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ ഈമാന, ഈമാനിന്റെ മടക്കം എവിടെയാണെന്നറിയുമോ? ഈമാനിന്റെ മടക്കം എവിടെയാണെന്നറിയുമോ? ഈമാനിന്റെ മടക്കം എവിടെയാണെന്നറിയുമോ? ഇന്നൽ ഈമാന യർസുൽ മദീന, മദീനയിലേക്കാണ് ഈമാൻ മടങ്ങുന്നത്. മുഅ്മിനീങ്ങൾക്ക് പോകാനുള്ള മണ്ണേ മദീന, മുഅ്മിനീങ്ങൾക്ക് പോകാനുള്ള മണ്ണേ മദീന. അതുകൊണ്ട് മനസ്സിന്റെ മണിയറയായി മദീനയെ മാറ്റുന്നവർക്കാണ് നാളെ മാറ്റത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രം രചിക്കാൻ കഴിയുക. നാഥൻ തുണക്കുമാറാകട്ടെ, നാഥൻ തുണക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ പൊരുത്തപ്പെടണേ അല്ലാഹ്.